സോറി. ആരോട്? ദേ കുഞ്ഞേച്ചി, രാത്രിയിലെ കാര്യങ്ങൾ വിട്ടേക്ക്. കുഞ്ഞേച്ചി മനസ്സറിഞ്ഞ് ചെയ്ത് തെറ്റൊന്നും അല്ലല്ലോ. മാത്രമല്ല, അർദ്ധരാത്രിയിൽ വണ്ടിയിൽ പാഞ്ഞെത്തി മകന്റെ മണിയറ വാതില് മുട്ടി വിളിച്ച് ആദ്യ രാത്രി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത്രയ്ക്ക് അവരുടെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് ആരും അറിഞ്ഞില്ല. കടപ്പാടിന്റെയും വാക്കുകൊടുക്കലിന്റെയും പേര് പറഞ്ഞ് അതിന് കൂട്ടുവരാൻ കൂടെ ഒരു പെണ്ണും. നാണം കെട്ട പരിപാടിയായി പോയി. സത്യാമ്മയും സുസ്മിതയും ചെയ്തത് എന്നെ വേദനിപ്പിക്കുന്നില്ല ശ്യാമേ. സത്യാമ്മയുടെ അറിവോടെയല്ല വിഷ്ണുവേട്ടൻ ആദ്യ രാത്രിക്ക് ഒരുങ്ങിയതെങ്കിൽ ഇത് തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. സത്യാമ്മ സമ്മതിച്ചൊന്നൊരു 100 വട്ടം ചോദിച്ചതാ ഞാൻ വിഷ്ണുവേട്ടനോട്. എല്ലാം സമ്മതിച്ചെന്ന് തന്നെയായിരുന്നു മറുപടി. സത്യം പറഞ്ഞ മണിയറ വാതിലിൽ മുട്ടി വിളിച്ച അമ്മയ്ക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന വിഷ്ണുവേട്ടന്റെ മുഖം എന്നെ വേട്ടയാടുന്നത്. സത്യമ്മയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള വിഷ്ണുവേട്ടന്റെ മൗനം, നിസ്സഹായ അവസ്ഥ. ഈ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മുന്നിൽ വളരെ വെളുത്തുള്ള ഒരു നിൽപ്പ് ഓർക്കും തോറും എന്റെ ഉള്ള തിളച്ചു മറിയുന്നത് കഞ്ഞിക്കലോ അല്ല. നിനക്കറിയോ ശ്യാമേ, സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞ ശേഷമേ വിഷ്ണുവേട്ടനുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാവൂന്ന് അങ്ങോട്ട് വാക്ക് കൊടുത്തത് ഞാനാ. ഇപ്പൊ അത് തെറ്റിയില്ലേ? ഏത് സമയം കെട്ടുപൊട്ടിക്കാൻ കാത്തുനിന്ന ഒരു കള്ളിയുടെ ചിത്രമായില്ലേ അവരുടെയൊക്കെ ഉള്ളിൽ എന്റെ സ്ഥാനം. സത്യാമ്മ തല്ലിയതിന്റെ വേദന ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. പറയുന്ന വാക്കുകൾക്കിടയിൽ മൗനമുണ്ട്. അതെല്ലാം എനിക്കെതിരായിരുന്നു. സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചത്. അവിടെ നിൽക്കാൻ നിൽക്കാൻ നിൽക്കണോടാ, നിൽക്കാനല്ല പറഞ്ഞത്, നിൽക്കണോടാ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നീ അങ്ങ് മാറ്. അതെങ്ങനെ മാറും? ഇതിപ്പോ സംഗതി ക്ലിയർ അല്ലേ? നാട്ടുംപുറം നട്ടുച്ച ഒരു പെൺകിടാവ് പ്രാണനും കൈപിടിച്ച് ഓടുന്നു.
4 ജീൻസും ടീഷർട്ടും ഇട്ട് പിന്നാലെ ഇങ്ങനെ ഓടുക. ഇനിയിപ്പോ നിങ്ങൾ അയച്ചത് ആരാന്ന് കൂടി പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സ്റ്റണ്ട് സീൻ അങ്ങോട്ട് തുടങ്ങാം. ഞാനാ? നിന്നെ വിടില്ലടി, നിൽക്കണേ അവിടെ. ഇങ്ങോട്ട് വേണം. നിന്നെ വിടില്ലടി, നിൽക്കാൻ. വന്ന് പിടിയടാ, നിൽക്കണേ അവിടെ. എവിടെയാണ് നീ ഓടുന്നേ? ഒരു താലിബാൻ ചുമന്ന് നടക്കുന്നത് തമാശ കാണിക്കാനല്ല, നിന്റെ കഴുത്തി കെട്ടാനാ. അത് ഞാൻ ഉടൻ നടത്തും, നാട്ടുകാരെ മുന്നിൽ വെച്ച് തന്നെ. വീട്ടിലൂടെ നിന്നെ ശാരദാമ്മ എത്ര? 40. എന്താമ്മേ? ഒരു പല്ലി. അത് പോയില്ലേ? പോയി, പക്ഷെ എനിക്കെന്തോ ഒരു ദുസ്സൂചന പോലെ. എന്തോ ആപത്ത് ഇവിടേക്ക് കടന്നു വരുന്നു എന്നൊരു തോന്നല്. തുടങ്ങി. അമ്മ അമ്മയുടെ പാട് നോക്കി പോയെ. ശാരദാമ്മേ, അരിപ്പൊടി തീർന്നു, വറ്റൽ മുളകും വാങ്ങിക്കണം. കൊടുക്ക്. പോയിട്ട് വാ ചേച്ചി. ഈശ്വര, ഇനി എന്ത് മാരണമാണോ കേറി വരുന്നത്?
ഏതായാലും സാറ് പറഞ്ഞ പോലെ ഇതൊരു കോഞ്ഞാട്ട ഹോട്ടലാ. നക്ഷത്രമൊന്നും കെട്ടിത്തൂക്കിയിട്ടുമില്ല. പക്ഷെ ഒറ്റ കാര്യത്തില് സാറിന് ഞാനൊരു ഉറപ്പ് തരാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവരാരും പെടഞ്ഞു വീണ് മരിക്കില്ല. ഇവിടെ ഉള്ളവരുടെ ഭക്ഷണത്തിലും ഇവിടെ ഉള്ളവരുടെ മനസ്സിലും മായം കലർത്തിയിട്ടില്ല എന്ന് സാരം. ആണോ? പഞ്ച് ഡയലോഗൊക്കെയാണല്ലോ. നിങ്ങളാണോ ഈ ശാരദാമ്മ? കുടുംബശ്രീ ശാരദ? അതെ. അതാ ഇത്രക്കും വീര്യം. ഏതായാലും എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്റെ പേര് നരേന്ദ്രൻ, പെരുവണ്ണാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. അടുത്തിടെ നമ്മുടെ പഞ്ചായത്ത് വക ഒരു ഫംഗ്ഷൻ ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു യാത്രയയപ്പ്. അതിന് 100 പേർക്കുള്ള ഭക്ഷണം വേണം. എന്താ കുടുംബശ്രീ നടക്കുവോ? ഓർഡർ തന്നാ നടക്കും സാർ. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ വിളമ്പുന്നവരാ ഞങ്ങള്. അതുകൊണ്ടാ മുമ്പ് സാർ ഈ പേര് കേട്ടതും ഇവിടെ അന്വേഷിച്ചു വന്നതും. സന്തോഷം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ചായക്ക് എത്രയായി? 10 രൂപ. ഇന്നിപ്പോ തീയതി 23 അല്ലേ? 27 ഫംഗ്ഷൻ. അഡ്വാൻസും കൊടുത്ത് ആളെ വിടാം. ശരി. എപ്പോഴും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ നാടകവും മിമിക്രി കാണിക്കുന്നത് പതിവാണല്ലോ. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയും വിഷമവും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശാരദാമ്മ, ഇത് ശാരദാമ്മയുടെ വീടാ. ആളിവിടെ ഇല്ലെങ്കിൽ കടയിൽ കാണും. അതെ, നിന്നെ കൊണ്ട് മനഃപൂർവ്വം അവനൊരു ചായ കൊടുപ്പിക്കുന്നതാ. താലി കെട്ടിയ പുരുഷന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേവിച്ചതും തിളച്ച് പാകപ്പെട്ടതുമായ ഭക്ഷണവസ്തു മാത്രമല്ല, സ്വന്തം ജീവിതവും മനസ്സും കൊണ്ടുള്ള വിശപ്പാറ്റല. അതില് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ഉപ്പ് അധികം ചേർന്നാൽ കയ്ക്കും. സന്തോഷത്തിന്റെ മധുരമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട് വളർന്ന നീ അതുകൂടി മനസ്സിലാക്കിയ നന്നായിരിക്കും. ചേട്ടാ, എല്ലാം റെഡിയായില്ലേ? അതെ കുഞ്ഞെ. പറയെടുക്കാൻ എപ്പോഴാ എഴുന്നള്ളിപ്പ് വരണേ? സമയം വല്ലത് പറഞ്ഞോ കമ്മിറ്റിക്കാര്? നെല്ലും കൊലയൊക്കെ എടുത്തെടുത്ത് വരണ്ടേ മോളെ? വെയില് കനത്തിട്ട് എത്തുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ ചേട്ടൻ പോയ വെട്ടിവെച്ച കൊല കൂടി എടുത്തു വെക്ക.
അപ്പോഴേക്കും ഞാൻ ഈ വിളക്ക് മുഴുവൻ കത്തിച്ചു വെക്കാം. ആ ശരി. ആ, എണ്ണ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ആ ആ. കുംഭമാസത്തിലെ പറയെഴുന്നള്ളിപ്പ് വിഷു വരെ ആകാന്നാ പറയുന്നത്. ദേവി വിശേഷാൽ പ്രസാദിക്കുന്ന ദിവസങ്ങളാണത്രേ ഇത്. പ്രാർത്ഥിക്കുന്നത് എന്തും നടക്കും, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക്. അല്ല അമ്മു, നീ ഏതോ ഓർഫനേജിൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനാ ഈ ആചാരങ്ങളൊക്കെ ഇത്ര നിശ്ചയം? അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആരാധനയായിരുന്നു. അനാഥാലയത്തില് പറ എഴുന്നള്ളിപ്പോ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന കുടുംബക്കാരാ ഞങ്ങള്. എന്നിട്ട് എനിക്ക് പോലും നിശ്ചയമില്ലാത്ത രീതിയിലല്ലേ നീ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും. ജനിച്ചു വീണപ്പോ മുതൽ ഇതൊക്കെ കാണുന്നത് പോലെ. അത് പിന്നെ ചേച്ചി എന്നെ ദത്തെടുത്തൊരു വീട്ടുകാരെ പറ്റി പറഞ്ഞില്ലേ? അവരിതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന വീട്ടുകാരായിരുന്നു. അതാ ഇവിടുത്തെ അമ്മ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയത്. എന്തോ എവിടെയോ നിനക്ക് ചില സീക്രട്ടുകൾ ഉണ്ടോന്നൊരു സംശയം. കണ്ടുപിടിച്ചോളാം. ഒന്ന് പോ ചേച്ചി, എന്തോന്ന് സീക്രട്ട്? ചിത്ര എവിടെ പോയി? ചിത്രേ, എടി ചിത്രേ, നീ ഇതെവിടെയാ പോയി കിടക്കുന്നേ? എന്ത് ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇവിടെ പതിവാ. എടി ചിത്രേ, ഞാൻ വരുന്നു. നിങ്ങൾ രണ്ടാളും അകത്ത് പോയി കിച്ചണിലെ കാര്യങ്ങൾ നോക്ക്. അല്ലമ്മേ, ഇതൊക്കെ തീരാതെ പറയുന്നതങ്ങ് കേട്ടാ മതി. ബാഹുലേനല്ലേ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത്? അയാള് എന്നെ ബാക്കി ചെയ്തോളൂ. വാമോ. പറയെഴുന്നള്ളിപ്പിന് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് സ്വന്തക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് വാഴയില വെട്ടിയിട്ട് വായു കൊടുത്താ പോരാ. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അവിടുത്തെ പെണ്ണുങ്ങളാ വല്ലതും വെച്ചുണ്ടാക്കേണ്ടത്. അല്ലാതെ അതിഥികളുടെ കൂട്ടത്തിൽ കൊച്ചമ്മയായിട്ട് കയ്യും കഴുകി വന്ന് ഇരുന്നാ പോരാ. എവിടെ നോക്കി നിൽക്കാടി? പോയി ജോലി. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ? ഇവിടെ വസുമതിക്ക് മുന്നിൽ നിന്റെ വക്കാലത്തിന് വരില്ല ആരും. അമ്മേ, മോളി ചെല്ലു. അമ്മേനെ കളിയാക്കിയതല്ലോ. എന്തിന്? നീ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ നിന്റെ വീടായിട്ട് തന്നെ ഞാനും കരുതാം. ആ ഹലോ, നിങ്ങൾ എത്തിയോ? അല്ല, ഇതാരും സ്വാതിയോ? ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ, അകത്തേക്ക് വാ. വാട്ട് എ സർപ്രൈസ്. അത് വളരെ മോശമാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് പ്രീതിയെങ്കിലും ഒന്ന് കാണാതെ പോകുന്നത് ഭയങ്കര ബോറാ. വരാന്നേ, എനിക്കൊരല്പ സമയം എന്താ? ഞാനൊരാളെ അന്വേഷിച്ചിട്ടുള്ള അത്യാവശ്യ യാത്രയില. അതെ അതെ, സത്യം പറഞ്ഞ അത്യാവശ്യമായിട്ട് പോവുകയായിരുന്നു സ്വാതി. വണ്ടി പണിമുടക്കിയ ഞങ്ങക്ക് ലിഫ്റ്റ് തന്നു തന്നെ പാഴായി കുറെ സമയം. അതുകൊണ്ട് ഉടനെ കയറാൻ ഞാൻ നിർബന്ധിക്കില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിച്ചണിലൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്.
നല്ല അടിപൊളി ചായയും കോഫിയും കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. ആളെ പരിചയപ്പെട്ട് വേണമെങ്കിൽ ഗുരുദക്ഷിണ വെക്കാവുന്നത്ര കൈപുണ്യം ഉണ്ടെന്ന് ഞാൻ പറയും. ഓഹോ, അത്രയ്ക്ക് കൈപുണ്യാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കിയാലോ? എന്നുവെച്ചാ സ്വാതി നല്ല പാചകക്കാരിയാണെന്നാണോ? അയ്യോ അല്ലേ, നമ്മൾ ആ കാര്യത്തിലൊക്കെ ലോക തോൽവിയാ. പക്ഷേ ലോകത്തെ ഏത് മികച്ച ഷെഫിനോടും കിട പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു പാചകക്കാരിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വാസ്തവത്തില് ആ കക്ഷി അന്വേഷിച്ചുള്ള യാത്രയില്ല ഞാനിപ്പോ. അപ്പൊ കാണാം, പോട്ടെ. ശരി. പോട്ടെ ശാലിനി. ശാരദാമ്മേ. ശരി മോളെ. ബൈ. ഹലോ. എല്ലാരും എത്തി അർജുനേട്ടാ. ഈ എല്ലാരും ഉദ്ദേശിച്ച ആരെ? ചടങ്ങിന് വന്ന എല്ലാരെയും ആണോ? ഒന്ന് പോ അർജുനേട്ടാ. വിഷ്ണുവിന്റെ കാര്യമാണെങ്കിലേ ആളെത്തിയിട്ടുണ്ട്. ഒന്ന് പോയി അവിടുന്ന്. ഞാനേ പോയി പ്രീതി ഒന്ന് കാണട്ടെ. അതെ, ഇനി അത് പ്രീതിയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചോ. ബസുമതി, അമ്മു ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മതി ഇനി ശിക്ഷിക്കുന്നത്. ഇവള് ചെയ്ത തെറ്റോ? ഇവള് തന്നെയാ തെറ്റ്. ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് വീട്ടു ജോലി ചെയ്യാനും പ്രീതിയെ നോക്കാനുമാ, അല്ലാതെ പാത്തും പതുങ്ങി ന്യൂസ് ചോർത്താനല്ല. ഒപ്പം ആരുടെയും പക്ഷം പിടിക്കുകയും വേണ്ട. പണിയെടുത്തിട്ട് സ്വന്തം പാട് നോക്കി പൊയ്ക്കോണം ജോലിക്കാരികള്. അമ്മ എവിടെ പാത്തും പതുങ്ങി നിന്നെന്നാ? ഇവള് ആരുടെ പക്ഷം പിടിച്ചെന്ന് ആന്റി പറയുന്നേ? എന്റെ മകൻ എന്നോട് സംസാരിച്ചത് ഇവളവിടെ മറിഞ്ഞു നിന്ന് കേട്ടെന്ന് എനിക്ക് ഉറപ്പാ. അതോ എനിക്ക് ഇവള് നെല്ലിക്ക ജ്യൂസും കൊണ്ട് വന്നത്? ഒരിക്കലുമല്ല. ബസുമതി ഈ പറഞ്ഞ സമയം മുഴുവൻ ഈ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചതിന്റെയും കുടിച്ചതിന്റെയും എച്ചിലെടുത്തും ഗ്ലാസ് കഴുകി അടുക്കളയില്. അതിനിടയില് ഇവളാരുടെയും പക്ഷം പിടിച്ചെന്നും പരിഹസിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? ശാരദമ്മേ, ഇവളെ ഒന്ന് അടിച്ചൂന്ന് വെച്ച് എനിക്ക് നിങ്ങളോട് കാരണം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോടൊന്നല്ല, ആരോടും. അതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല ബസുമതി. വീട്ടുജോലിക്ക് നിൽക്കുന്നെന്ന് കരുതി നിങ്ങളുടെ അടിയും ചവിട്ടും കുത്തും വാങ്ങേണ്ട മിണ്ടാപ്രാണിയൊന്നും അല്ല ഇവള്. എന്നെയും നിങ്ങളെയും പോലെ അടികൊണ്ട വേദനിക്കുകയും മുറിപ്പെടുത്തിയ ചോര ഒഴുകുകയും ചെയ്യുന്ന ശരീരം ഇവക്കും ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ചുവന്ന ചോരയും ഇവളുടെ ശരീരത്തിന് പച്ച നിറത്തിലെ ചോരയും അല്ല വരുന്നതെന്ന് ഒന്ന് ഓർത്താ നന്നായിരിക്കും. സ്പിരിറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലായി. പാത്രം കഴുകാൻ നിൽക്കുന്നവർക്ക് നൊന്താ ശാരദാമ്മയ്ക്കും വേദനിക്കുന്നത് സ്വാഭാവികം. രണ്ടാളും ചെയ്യുന്നത് ഒരേ തൊഴിലാണല്ലോ. പക്ഷേ ഈ വീട് ഭരിക്കുന്നത് വസുമതിയാ. ഭരിക്കുന്നവരെ തീരുമാനിക്കും കാര്യങ്ങള്, അല്ലാതെ ജോലിക്ക് നിൽക്കുന്നവളല്ല. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാന് ഇവൾക്കൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, അത്ര വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി പോറ്റിക്കോ ശാരദാമേ. ഇത് ലച്ചുവിന്റെ നാടാ. ഇവിടെ ഉള്ളവരെല്ലാം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. സ്വാതിയുടെ കൂടെ ചെല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ആ ബുദ്ധി. സ്വാതി ചെല്ലേ. അത് അപ്പച്ചി രണ്ടു മൂന്നോട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. എവിടെ പോയല്ല സഞ്ജു ഒന്ന് ഫ്രീ ആവുക. അമ്മു അവിടെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ചെല്ലേ.
അമ്മുവിനെ കാണാൻ വന്നതാ. അമ്മോ? അതെ, എന്റെ വീട്ടിലെ അമ്മു നിന്നത്. മുത്തശ്ശി മരിച്ചപ്പോ ഞങ്ങളാ അമ്മുവിനെ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇത് അമ്മുവിന്റെ വീടല്ല. ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചില്ലേ, ബാലാമണി അമ്മ എന്ന പേരുള്ള? ദൈവമേ, ഈ കുട്ടിയുടെ വീട്ടിലാ ലച്ചു നിൽക്കുന്നത്. ആരെങ്കിലും ഇപ്പൊ വന്നാ ഈ കുട്ടി വന്നതുപോലെ ഇപ്പൊ പോയില്ല. മുത്തശ്ശിയുടെ മരണത്തിന് വന്നിട്ട് അമ്മു ഇതുവരെയും തിരിച്ചു വന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നതാ ഞാൻ. ലച്ചു അവിടെ എത്തിയില്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മു ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം. നോക്ക്, അവളെ കാണാതെ ഞാൻ പോവില്ല. കുട്ടി പറയുന്ന അമ്മുന്റെ വീടല്ല ഇത്. ഞങ്ങൾക്ക് അമ്മുനെ അറിയില്ല. ഇവിടെ നിന്നൊരു കുട്ടിയെ സിറ്റിയിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ടില്ലേ? ഇല്ല, ഇവിടെ ഞാനും എന്റെ ഭർത്താവും അമ്മയും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ. നിക്ക്, അമ്മുന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഇല്ലാത്തൊരാളുടെ ഫോട്ടോ ഞാനെന്തിനാ കാണുന്നത്? കുട്ടിക്ക് വീട് തെറ്റിയതാ. പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറയാത്തതാ. നിങ്ങൾ പറയണ്ട, ഞാൻ അയൽക്കാരോട് ചോദിച്ചോളാം, അവര് പറഞ്ഞോളൂ. എന്നപ്പോ ചോദിക്കും. ദൈവമേ, വലിയ കുഴപ്പങ്ങളാ വരാൻ പോകുന്നത്. അമ്മ അവിടെ ഉണ്ടാവും. അമ്മുനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൾ എന്നെയും കണ്ടിട്ടില്ല. ഇനി ലച്ചുവിനറിയുന്ന പെണ്ണായിരിക്കും അമ്മോ. എങ്കിൽ പിന്നെ എല്ലാം അവസാനിച്ചു തന്നെ. നാശം, ഈ നാട്ടിലേക്കുള്ള ഓരോ വരവും കുഴപ്പം പിടിച്ചതാ. എടാ, അങ്ങോട്ട് നോക്കി. ആ നിൽക്കുന്ന നമ്മുടെ ലച്ചുവിനെ കിട്ടിയ പയ്യനല്ലേ? അതെ, ആ കൊച്ചൻ തന്നെയാ. എന്താണെന്ന് ചോദിക്കാം, വാ. മോളെ, നീയും സഞ്ജുവും അമ്മുവിന്റെ വീട് തേടി പോയതല്ലേ? എന്നിട്ട് കാര്യമായ ഒരു വിവരം കിട്ടിയതുമില്ല. അതിന്റെ പേരിൽ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഈ അച്ഛന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഇതൊക്കെ. ഞാനൊരു BP പേഷ്യന്റ് ആണെന്ന കാര്യം മോക്ക് അറിയാവുന്നതല്ലേ? ആ പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നത് അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന്. അതിന്റെ ദോഷം അനുഭവിക്കേണ്ടത് നമ്മളാണെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി പ്രഭേ? ആറ്റുനോറ്റിരുന്ന മകളുടെ എൻഗേജ്മെന്റാ മുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? എൻഗേജ്മെന്റ് മുടങ്ങുമെന്ന് മാത്രം താൻ പറയരുത്. തറവാട്ടി വെച്ച് ഇവള് പറഞ്ഞിട്ട് പോയത് പ്രഭ മറന്നോ? നമ്മളൊന്നും അല്ല അവക്ക് വലുതെന്ന്. രക്തബന്ധം പോലും ഇല്ലാത്ത അവളാണെന്ന്. അമ്മുവിനെ പറ്റി വിവരം കിട്ടിയിട്ട് മതി എൻഗേജ്മെന്റ് എന്നേ ഞാൻ പറഞ്ഞോളൂ. അമ്മു അമ്മു അമ്മു, എനിക്കിത് കേട്ടിട്ട് ഭ്രാന്ത പിടിക്കുന്നേ. ആരോ തലയടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന അനിയത്തി വേഷം കെട്ടിച്ചതിന്റെ നാണക്കേട് അവക്കല്ല. അവളിനി വരില്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ജീവിതകാലം മൊത്തം കഴിച്ചു കൂട്ടുവോ? അവളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ വായിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ പോയത് അമ്മുവിന്റെ വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. മുത്തശ്ശിയുടെ പേര് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ബാലാമണി അമ്മ എന്ന അവരുടെ പേര്. അതുവെച്ചാ ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത്. പ്രഭേ, ഇവര് പോയത് ആ വീട്ടിൽ തന്നെ. അതിനൊരു സംശയം വേണ്ട. പക്ഷേ ആ വീട്ടുകാർ ആ പെണ്ണിനെ അറിയില്ല എന്ന് കളവ് പറഞ്ഞതാ. ഇതുപോലെ പലരും അവരുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാലോചിക്കണം? ഞാൻ പറഞ്ഞാലേ വല്ലതും കൂടിപ്പോവും. പ്രഭേ, നിങ്ങളുടെ പുന്നാര മോളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെയുള്ള അലച്ചിലൊന്ന് മതിയാക്കാൻ പറ. ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരല്ലേ നമ്മള്? സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. ആ പെണ്ണ് എന്ന് വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ നമ്മുടെ സമാധാനക്കേട്.
എവിടെയാ? നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ലമ്മോ. അല്ലെങ്കിൽ നീ എവിടെയായിരുന്നെങ്കിലും ചേച്ചി ഒന്ന് വിളിച്ചേനെ. എന്താ മോളെ നിനക്ക് പറ്റിയ? ഇയാൾക്ക് കിടക്കാറായോ? എല്ലാരും കിടന്നല്ലോ ചേച്ചി. എന്നമാ കിടന്നോ. എന്താ അമ്മു? വെറുതെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു പോയതേ ചേച്ചി. എന്ത് കാര്യങ്ങള്? നമ്മുടെയൊക്കെ ജീവിതം തന്നെ. നമ്മുടെയല്ല, എന്റെ ജീവിതം തന്നെ പറയാം. വേറൊരാളുടെ ജീവിതം അളക്കാൻ നമ്മളാളല്ലല്ലോ. എന്റെ ജീവിതം ശാന്തായിരുന്നു ചേച്ചി. അധികം മാവലാതികളില്ലാത്ത ഒരു കൊച്ചു ലോകം. പെട്ടെന്നൊരു കൊടുങ്കാറ്റില് ഒരില പുഴയിലേക്ക് പാറി വീണ പോലെ. അതുവരെ ഒരിടത്ത് ഉറച്ചു നിന്നതല്ലേ. ആ ഇലയ്ക്ക് അറിയില്ലല്ലോ ഏത് കുത്തൊഴുക്കിലേക്കും ചുഴിയിലേക്കോ വീഴാൻ പോകുന്നതെന്ന്. എന്നിട്ട് എന്ത് പറ്റി ആ ഇലയ്ക്ക്? പറ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പുഴയൊരുക്കി പാഞ്ഞു പോകുമ്പോ താങ്ങി നിർത്താൻ ഒരു പാറക്കൂട്ടം കിട്ടി. അവിടെ ഭദ്രമായി പാവയില. പിന്നെന്താ അമ്മുക്കുട്ടി ഇപ്പൊ പ്രശ്നം? പ്രശ്നം വേറെ ആർക്കും ഇല്ല ചേച്ചി, എന്റെ മനസ്സിന് തന്നെയാ. ഇതൊക്കെ നിങ്ങൾ തരുന്ന ഈ സ്നേഹമൊക്കെ അർഹിക്കുന്നുണ്ടോന്ന് ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ? തണല് തന്നവരെയൊക്കെ തളർത്താനേ എന്നെക്കൊണ്ട് പറ്റിയിട്ടുള്ളൂ ചേച്ചി. നാളെ നിങ്ങളും തണല് തന്നവരെന്ന് പറഞ്ഞ ആരെയാ അമ്മ ഉദ്ദേശിച്ചത്? അത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഞാൻ കാരണം സങ്കടം ഉണ്ടായിട്ടുള്ളൂ എന്നാ ഉദ്ദേശിച്ചത്. അതാണോ? അമ്മുവിനെ സ്നേഹിച്ചത് കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നെങ്കിൽ ശാരദാമ്മ മക്കളും അതിന് സഹിച്ചു. സ്നേഹത്തിന്റെ മറ്റൊരു പേരാ അമ്മു വേദന. മനസ്സിൽ എത്ര സ്നേഹമുണ്ടോ അത്രയും നമ്മൾ വേദനിക്കും. ഞാൻ ചായ എടുക്കാം. എനിക്കുള്ളത് ഇങ്ങനെ തന്നേക്ക്. സൂപ്പർ ചായ ആണല്ലോ. ആ കണ്ടു പഠിക്ക ശ്യാമേ. നിന്നെയൊക്കെ പോലെ മടി പിടിച്ചേ സൂര്യൻ ഉച്ചിയിലടിച്ചാലും കൂനിക്കൂടി കിടന്ന് ഉറങ്ങുകയല്ല. നേരം പരപരാ വെളുക്കുമ്പോഴേ ഒരു വീട്ടിലേക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു വയ്ക്കും. ഓ ആയിക്കോട്ടെ. അമ്മ വേണമെങ്കിലേ ഞങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് അമ്മൂനെ മകളായിക്കോ. വേണമെങ്കിൽ ഞാൻ അതും ചെയ്യൂടി. ഏത് വീട്ടിൽ ചെന്ന് കേറിയാലും അവിടെ വിലമതിക്കാൻ പറ്റാത്ത സ്വത്താ എന്റെ അമ്മുമോള്. അമ്മ
എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോ നീ എങ്ങോട്ട് ഒഴിഞ്ഞു മാറിയത്? പേടിച്ച് പരിഭ്രമിച്ച് ഓടിപ്പോകുന്ന ഞാൻ കണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പിന്നാലെ ഒരാൾ നടക്കുന്നുണ്ടെന്ന്. അതിന് അതും ആ കുട്ടികളുമായിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ട് എന്താ ബന്ധം? ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാ. അവരത് എടുത്ത് ചിലപ്പോ കേടും. അപ്പോ ഫോട്ടോയിലുള്ളവരെ കൂടെ എന്നെയും കാണും എല്ലാരും. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ കണ്ട അടുത്ത നിമിഷം അയാൾ ഇവിടെ എത്തുന്ന ഉറപ്പാ. നിനക്ക് അയാളെ അത്രയ്ക്കും പേടിയാണോ എപ്പോഴും? ചേച്ചിക്ക് അറിയില്ല അയാളുടെ സ്വഭാവം. എന്റെ കാര്യത്തിൽ അയാൾക്ക് ഒരു അരപ്രാന്തന്റെ മട്ട. അരപ്രാന്തായാലും മുഴുപ്രാന്തായാലും ഇനി അയാളെ പേടിക്കേണ്ടെന്ന് നിന്നോട് ഞങ്ങളല്ലേ പറഞ്ഞിരുന്നത്? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ധൈര്യത്തിലാ പണ്ട് അയാൾ നിന്റെ പിന്നാലെ നടന്നത്. വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയതോടെ അയാൾക്ക് അന്നേ തൃപ്തിയായിട്ടുണ്ടാവും. ഇനി എന്തായാലും നിന്റെ പിന്നാലെ അയാൾ വരാൻ പോകുന്നില്ല, അത് ഉറപ്പിക്കാം. അതെ, അല്ലെങ്കിലും അയാള് നീയായിട്ട് ഇനി എന്താ ബന്ധം? അയാള് താലി കെട്ടാൻ കാത്തിരുന്ന കല്യാണ മണ്ഡപത്തിൽ നിന്ന് അയാളെ കബളിപ്പിച്ച് ഓടിക്കളഞ്ഞൊന്നും അല്ലല്ലോ നീ, ആണോ? അയ്യോ അയ്യോ ഇല്ലമ്മേ. അതിന് നീ എന്തിനാ ഇത്ര ഞെട്ടുന്നത്? ഇവിടെ ഉണ്ട്. എന്താടി, അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ ഇതിനകത്ത്? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി. വലിയ ക്രിമിനൽ ലോയറായാണ് തിണ്ണമെടുക്കാവൻ കാണിച്ചത്. നാട്ടിലെ കൊട്ടേഷൻ കാര്യം പരിചയമുണ്ടല്ലോ. നരേന്ദ്രന്റെ ദേഹത്ത് കൈവച്ചവന്റെ കൈ ഞാൻ വെട്ടും. ആദ്യം ലച്ചുവിന് എന്റെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. ബ്ലഡി റാസ്കൽ. ആ സ്ത്രീ വസുമതി കുഞ്ഞമ്മന്നല്ലേ മോഹൻദാസ് അവരുടെ പേര് പറഞ്ഞ്? ആ, വസുമതിയോ കുസുമതിയോ അങ്ങനെ എന്തുവാ പറഞ്ഞത്? അല്ല, അളിയൻ അവരുടെ വീട്ടിൽ കണ്ടത് ലക്ഷ്മി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ, നീ എന്താടാ കരുതുന്നേ? നരേന്ദ്രൻ നമുക്ക് ഭ്രാന്താന്നോ? അതല്ല അളിയ, അവളെ തന്നെയാണ് അളിയൻ കണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീണ്ടും ഒന്ന് പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏയ്, അവിടെ പോയിട്ട് എനിക്ക് കാര്യമില്ലടാ. അന്ന് പറ്റി ഞാൻ അവളെ മാത്രല്ല അവളെ എന്നെയും കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവളവിടെ നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണല്ലോ. ആ മോഹൻദാസിനെ കൊണ്ട് ഞാൻ രഹസ്യമായ ഒരു അന്വേഷണം നടത്തി. അവിടെ ഒരു പെൺകുട്ടി ജോലിക്ക് ഉണ്ടായിരുന്നെന്നും അവൾ അവിടുന്ന് മുങ്ങിയെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരി. അപ്പൊ പിന്നെ ഇനി എവിടെ പോണോ നാളെ ഉദ്ദേശിക്കുന്നത്? അന്വേഷിക്കാൻ ഏൽപ്പിച്ച ചെലവന്മാരുടെ കോള് വരാനുണ്ട്. നീ വലിയ പ്രസിഡന്റ് ആണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിന്റെ പഞ്ചായത്ത് കുളത്തിന് ചുറ്റും ഭരിക്കുമ്പോ മതി. ശാരദ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത് ഉപജീവനത്തിന് വേണ്ടിയാ. ശാരദയുടെ മക്കളെ കൈവയ്ക്കാനും വീട്ടിലെ ഹോട്ടലിൽ കയറി കളിക്കാനും നോക്കിയാ അരിഞ്ഞു കളയും ഞാൻ. നീ എത്ര മുന്തിയവനായാലും. ശാരദാമ്മേ, അവനെ തൊട്ടിട്ട് ശാരദാമ്മയുടെ കൈ നാറണ്ട. അവനെ ഇങ്ങോട്ട് വിട്, ഞങ്ങള് തീർത്തു കൊടുക്കുക അവന്റെ തരിപ്പ്. കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് പോക്കണം കേട് കാണിച്ചിട്ട് ഒരുത്തനും തടിയാടാതെ പോയിട്ടില്ല ഇവിടുന്ന്. ഞങ്ങളുടെ ശാലിനി മോളെ കൈ വെച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാനോ? അയ്യോ, ഒന്നും ചെയ്യല്ലേ. സുഖമില്ലാത്ത ആളാ. ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അതിന്റെ ചികിത്സയിലിരിക്കുന്ന ആളാ. അളിയ, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇയാളേതോ ലച്ചുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ചുമ്മാ പെണ്ണുങ്ങൾക്കിടയിൽ ഇടിച്ചു കയറാനുള്ള അടവാ. അയ്യോ, അടവൊന്നല്ല പെങ്ങളെ. ഈ ലച്ചു എന്ന് പറയുന്നത് അളിയന്റെ ഭാര്യയുടെ പേരാ, ലക്ഷ്മി.
2 മാസം മുമ്പ് ഈ ലക്ഷ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. അതിൽ പിന്നെ അളിയൻ എങ്ങനെയാ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ലച്ചുവാണെന്ന് വിചാരിക്കും. ആ വിചാരം ഞങ്ങളങ്ങ് മാറ്റി കൊടുത്തേക്കാം. നല്ല അടി അതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അയ്യോ അയ്യോ ഒന്നും ചെയ്യില്ല. അളിയൻ വന്നേ. ഞാൻ ആരാന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാടാ. അയ്യോ കൃഷ്ണേട്ടാ വേണ്ട, മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടല്ലേ, ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ പാവം. അമ്മയുടെ മനസ്സ് കണ്ട് ഞങ്ങൾ ഇവിടെ പോകാൻ അണിയിച്ചൊരുക്കി നിർത്തിയിരുന്നതാ. ശ്യാമ രാവിലെ തന്നെ ക്ലാസ്സിൽ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. സകല അനുഗ്രഹങ്ങളും സകല വിജയങ്ങളും ഉണ്ടാവട്ടെ. നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലേ അമ്മയെന്ന്? ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടായ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരെത്ര വലുതായാലും ഒരു വേദന ഉണ്ടാവുമ്പോ അറിയാതെ വിളിച്ചു പോകുന്നത് അമ്മയെന്ന. അങ്ങനെ വേണം മോളുടെ മനസ്സിലും ഒരു ബോധം ഉണ്ടാവാൻ. ലോകത്തിന്റെ ഏതറ്റത്തു പോയാലും എത്ര കഠിന പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും ഈ അമ്മയുടെ മനസ്സ് മോളുടെ കൂടെ ഉണ്ടാവും. ഏത് കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്താൻ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്, ഈ വീട്. ഏത് പാതിരാത്രിയിലും മോളുടെ ഒരു വിളിക്ക് കാതോർത്ത് കിടക്കുന്ന ഒരു അമ്മയും ഉണ്ട് ഇവിടെ, ശാരദാമ്മ. വിശന്ന് വലഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരില്ല ചോറും ഇവിടെ നിനക്കുണ്ടാവും കുടുംബശ്രീയില്. സങ്കടമുണ്ട് പോകുന്നതില്. പക്ഷേ സ്വാതിക്കടുത്തേക്കല്ലേ നീ പോകുന്നേ? അവിടെ എന്നും നീ സുരക്ഷിതയായിരിക്കും. ആ തണല് വിട്ട് ഇനി എങ്ങോട്ടും പോവാതിരുന്നാ മതി. പോയിട്ട് വാ മോളെ. ശരി. പല്ലിയും പാറ്റയും പഴുതാരും ഒക്കെ വാടക പോലും തരാതെ താമസം തുടങ്ങി. ഓ അങ്ങനെ ഉണ്ടല്ലേ. ആ പിന്നെ അയ്യോ മതി മതി മതി. തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. മുഴുവനും കേക്ക് സാറേ. ഓ അത് വേണോ? ഞാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങള് 1 മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും സാറ് കാണിക്കണ്ടേ? ഈ ഗ്ലാസ് അടക്കമുള്ളത് കഴുകി വെക്കണം. പിന്നെ പ്രാതലിന്റെ പണി, അത് ഓരോരുത്തരുടെ ഇഷ്ടവും ആരോഗ്യസ്ഥിതി നോക്കിയുള്ള ഭക്ഷണമാണ്. എല്ലാവരും കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴേക്കും ഉച്ചയൂണാകും. ഒഴിച്ചുകറികള്, തോരൻ, അവിയല് എല്ലാം ഉണ്ടാക്കണം. അത് വിളമ്പി പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴേക്കും കാപ്പിക്ക് എടോ മനസ്സിലായി. അത് കഴിഞ്ഞ അത്താഴത്തിനുള്ള വിഭവങ്ങൾ, പാത്രം കഴുകൽ, ഇതൊക്കെ കൊണ്ട് തീർന്നില്ലേ? വീട്ടിലെ ഓരോ ആൾക്കാരുടെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും വിരിക്കുന്നതും ഉണക്കിയെടുത്ത് മടക്കി ഓരോ അലമാരിൽ വെക്കുന്നതും പിന്നെ ആരാ സാറേ? ഓ അത്രയധികം ജോലി ഉണ്ടല്ലേ ഒരു വീട്ടമ്മയ്ക്ക്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് മൊത്തം ഞാൻ ഇയാളുടെ കൂടെ കൂടാം, ഒരു അപ്രന്റീസ് ആയിട്ട്. എനിക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ബാ നമുക്ക് തുടങ്ങാം. എന്നിട്ട് വേണം വിജയമ്മ പറയാൻ ആ പെൺകോന്തൻ അവളുടെ സാരത്തുമ്പിൽ തൂങ്ങി അടുക്കള പണി ചെയ്യുന്നു. ഇടോ അമ്മ എന്തെങ്കിലും പറയട്ടോ, ഇതൊക്കെ എന്റെ ഇഷ്ടമല്ലേ? അല്ല സാറേ, ഞാൻ വരുന്നതിന് മുമ്പേ അമ്മയല്ലേ ഈ ജോലിയെല്ലാം ചെയ്തോണ്ടിരുന്നേ? ആ അതെ. അന്ന് എപ്പോഴെങ്കിലും
ഒരു നേരം സാറിന് അമ്മയെ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ സഹായിക്കാൻ ചെന്നാലും അമ്മ പറയും വേണ്ട അമ്മ പോയി പഠിച്ചോന്ന്. എന്നാലേ ഇപ്പൊ ഞാനും അത് തന്നെയാ പറയുന്നേ. മോൻ സ്വന്തം ജോലി ചെയ്താ മതി. നിന്നേ എടോ, ഇതൊരു തരത്തിലുള്ള ഒഴിവാക്കൽ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സാമീപ്യത്തെ താൻ ഭയക്കുന്നുണ്ട്. തന്റെ ഭീഷ്മ പ്രതിജ്ഞ വെയിലത്ത് വെച്ച മഞ്ഞുകട്ട പോലെ ഉരുകി പോകുമെന്നുള്ള ഭയം ശരിയല്ലേ? പക്ഷേ താനൊരു കാര്യം ഓർക്കണം, ദാമ്പത്യ പൂജയാണ് വരാൻ പോകുന്നത്. ശാരദാമ്മയെങ്ങാനും നമ്മളെ വെച്ച് ആ പൂജ നടത്താൻ തീരുമാനിച്ച പിന്നെ തനിക്കൊരു ഒഴിവ് കഴിവിനും പഴുതില്ലാതാവും. ആ നെടുമാംഗല്യം, ഐശ്വര്യം, സന്താനലബ്ധി, സമ്പൽ സമൃദ്ധി എന്നിവയൊക്കെയാ ദാമ്പത്യ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവദമ്പതിമാർക്കുള്ള പൂജ. പൂജയിൽ പങ്കെടുക്കുന്നവര് കർമ്മവിധികൾ തെറ്റിക്കരുതെന്നാ. ആ പൂജയുടെ പ്രധാന ലക്ഷ്യം തന്നെ സന്താനലബ്ധിയാണ്. പിന്നെ എങ്ങനെയാണോ ഇയാള്? അമ്മ ഉണർന്നു എന്ന് തോന്നുന്നു, ഞാൻ ചെല്ലട്ടെ. ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് കഴിയണം. അമ്മമാരും അമ്മായിയമ്മമാരും കിടപ്പറവാതില് മുട്ടി വിളിക്കുകയല്ല, അവര് സന്തോഷമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കുക വേണ്ടത്. ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു ന്യായവും തോന്നിയിട്ടില്ല. സുസ്മിതയുടെ കല്യാണം നിങ്ങളുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? അത് ഞാൻ തന്നെ എടുത്ത തീരുമാനമല്ലേ അമ്മേ? അത് വേണ്ടായിരുന്നു എന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ സത്യം അതൊരു കാരണമാക്കി. അങ്ങനെ ഒരു ന്യായം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കിടപ്പറവാതിൽ തട്ടി വിളിക്കാൻ സത്യാമ്മയ്ക്ക് എന്താ അവകാശം? ഒരമ്മ ചെയ്യേണ്ട പ്രവൃത്തിയാണോ അവര് ചെയ്തത്? നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്തു പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കിയാൻ അവരെ ഇവിടുന്ന് ഞാൻ. അതൊക്കെ പോട്ടെ, മോളിപ്പോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോണം. ദാമ്പത്യ പൂജ വരികയാണല്ലോ, ആചാരപ്രകാരം അവിടെ വന്ന് ക്ഷണിക്കണമെന്നാണ്. അതിനുശേഷം സത്യാമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതാ വരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും മോളെ, അമ്മയല്ലേ പറയുന്നത്. അങ്ങനെ ഒടുവിൽ അക്കാര്യം സാധിച്ചെടുത്തു. നിന്നെ വിഷ്ണുവേട്ടന്റെ റൂമിൽ നിന്ന് എലിയെ പുകയ്ക്കും പോലെ പുകച്ച് പുറത്ത് ചാടിച്ചൂന്ന്. ഓ, അപ്പൊ അതാണോ കാര്യം? ഇത് നിന്റെ ബുദ്ധിയായിരിക്കും. സംശയം എന്താ? നീ എനിക്ക് ചെക്ക് പറയാൻ നോക്കിയപ്പോ ഞാൻ നിനക്ക് മറുചെക്ക് പറഞ്ഞു. മനസ്സിലായില്ല. വിഷ്ണുവേട്ടൻ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള പ്ലാൻ നിന്റേതല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല ശാലിനി. നിന്റെ അമ്മയല്ലേ നിന്നെയും വിഷ്ണുവേട്ടനെയും ഇവിടെ വന്ന് പല്ലക്കിൽ എടുത്തോണ്ട് പോയത്. നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല സുസ്മിത. ഓരോരുത്തരും അവരവരുടെ മനസ്സിനനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കും. നീ അങ്ങനെ വളഞ്ഞ വഴിയിലല്ലേ ചിന്തിക്കും. പിന്നെ വിഷ്ണുവേട്ടനൊപ്പമുള്ള ഫസ്റ്റ് നൈറ്റ് നേരായ വഴിയിലുള്ള ചിന്തയായിരുന്നല്ലോ അല്ലേ? ഇങ്ങനത്തെ കുതന്ത്രങ്ങൾ നീ ഇനിയും പയറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അടി ഞാൻ അതിനും മീതെ കളിച്ചത്. പരസ്പരം പ്രണയിക്കുന്ന ഒരു ആണിനെയും പെണ്ണിനെയും ഒരു റൂമിൽ ഉറങ്ങാൻ അനുവദിക്കാന്ന് പറഞ്ഞ അത് വെടിമരുന്നിനടുത്ത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു വെക്കുന്നത് പോലെ. നിങ്ങൾ രണ്ടാളും ഒരു റൂമിൽ ഉറങ്ങുമ്പോഴേ ആ ആദിയിൽ തന്നെയാ ഞാൻ ഇവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. നിനക്കറിയോ, നിങ്ങൾ രണ്ടാളും ആ റൂമിൽ കിടക്കുമ്പോ ഒരു നിമിഷം പോലും ഈ റൂമിൽ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല ഞാൻ. എടി, ഞങ്ങളെ പറ്റി ഇത്ര ആദ്യം എടുക്കാൻ നീ ആരാ? അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവേട്ടൻ എന്റെയാ. പക്ഷേ നീ ഇതും പൊക്കി പിടിച്ചോണ്ട് ഒരു കോമാളി വേഷം കെട്ടി നിൽക്കുന്നത് കാണുമ്പോഴേ പൊട്ടിച്ചിരിക്കാനാ ശാലിനി എനിക്ക് തോന്നുന്നത്. ഒരു മഞ്ചാടിക്കുരുവിന്റെ മുഴുപ്പിൽ
അടിച്ചു പരത്തിയ ഇത്തിരി സ്വർണം. അതൊരു പുരുഷൻ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയതുകൊണ്ടൊന്നും ഭാര്യയാവില്ല. അതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നീയും ഞാനുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം ഈ ഇത്തിരി പൊന്നു മാത്രമാ. നീ അത് വിഷ്ണുവേട്ടനെ കൊണ്ട് കഴുത്തിൽ കെട്ടിച്ചത് നിർബന്ധിച്ചിട്ടാ. എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ മനസ്സാ ഒരുങ്ങിയ ആളാ വിഷ്ണുവേട്ടൻ. ഒന്നല്ല 2 വട്ടം. രണ്ടാമത്തേത് നീ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടാണെന്ന് കൂടി നീ ഓർക്കണം. ദാറ്റ് മീൻസ് ശാലിനി മാത്രമല്ല വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലെ പെണ്ണ്. ശാലിനിക്ക് പകരം മറ്റൊരാൾ വേണമെന്ന് വെച്ചാൽ അത് ഈ സുസ്മിതയായിരിക്കും. അത് ശാലിനി, ഒരേ സമയം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി മത്സരിച്ചവരാ നമ്മൾ 2 ആളും. തലനാരിഴയുടെ വ്യത്യാസത്തിൽ നീ ട്രോഫി സ്വന്താക്കി. പക്ഷേ ആമയും മുയലും കഥയിലെ പോലെ നീ ഉറങ്ങിയപ്പോഴും ഞാൻ ആ മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ നിനക്ക് ഇപ്പോഴാ ശാലിനി ഉറക്കം തെളിഞ്ഞത്. ട്രോഫി നേടിയെന്ന് അഭിമാനിച്ച നീ ഇപ്പോ എനിക്കൊപ്പം വെയിറ്റിംഗ് റൂമിലാ. ഇനി നമ്മളിൽ ആരാ ജയിക്കുന്നതെന്ന്? വിഷ്ണുവേട്ടന്റെ റൂമിൽ നിന്ന് നിന്നെ പുറത്താക്കിയില്ലേ? ഇനി ഈ വീട്ടിൽ നിന്ന്, ഏറ്റവും ഒടുവിൽ വിഷ്ണുവേട്ടന്റെ ഹൃദയത്തിൽ നിന്ന്. അതും ഞാൻ സാധിക്കും ശാലിനി. കാരണം സുസ്മിത ഈ കളി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാ. വിഷ്ണുവേട്ടന്റെ റൂമിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ എന്നെ പുറത്താക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചെന്നിരിക്കും സുസ്മിത. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുവേട്ടന്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. നീ ഇത്ര പെട്ടെന്ന് മറന്നോ ശാലിനി? നീ ഇല്ലാതായാലുള്ള സെക്കൻഡ് ഓപ്ഷൻ. നീ ഈ ഭൂമിന്ന് തന്നെ അങ്ങ് പറന്നു പോയാ ഈ ട്രോഫി എനിക്കുള്ളതല്ലേ? ഒറ്റ കൈയായി എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. എന്താ വിജയ്? കൃഷ്ണകുട്ടിച്ചേട്ടൻ ഇത് കണ്ടോ? സ്വർണ്ണവില ഗ്രാമിന് 5000-ന് മുകളിൽ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആകാശം ഇടിഞ്ഞു വീണാലും പത്രം നോക്കാത്ത നിനക്കിത് എന്തു പറ്റിയെന്ന്. പത്രം കിട്ടിയ ഇതേതായാലും ഞാൻ കൃത്യമായിട്ട് നോക്കും. സ്വർണ്ണവില കൂടുന്തോറും എന്റെ മനസ്സ് ഉരുകുക കൃഷ്ണകുട്ടിച്ചേട്ടാ. നമുക്ക് കിട്ടേണ്ട എത്ര ലക്ഷമാ വെള്ളത്തിലായത്? വെള്ളത്തിലായിട്ടൊന്നുമില്ല വിജയ്, നമ്മളൊന്ന് മനസ്സ് വെച്ചാ. കൃഷ്ണകുട്ടിച്ചേട്ടൻ എന്ത് ഭ്രാന്ത ഈ പറയുന്നേ? ശാരിക രാജീവിന്റെ കൂടെ സ്വസ്ഥമായിട്ട് പൊറുതി തുടങ്ങി. ശാരദാമ്മയ്ക്കാണെങ്കിൽ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ മിണ്ടാട്ടോ ഇല്ല. അവർക്കത്രയും ലാഭം. ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് മൂക്കേ പോറാനുള്ള പൈസ പോലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല വിജയേ. പിന്നെ എന്തുദ്ദേശിച്ചാ കാശ് വെള്ളത്തിലായില്ലെന്ന് കൃഷ്ണകുട്ടിച്ചേട്ടൻ പറഞ്ഞത്? ഞാൻ ഈ പറയുന്നത് നമ്മള് 2 ആളും അല്ലാതെ വേറൊരാൾ അറിയരുത്. എന്താടി? ഞാൻ അമ്മ വിളിച്ചിരുന്നു. നിന്റെ അമ്മ വിളിച്ചാ ഞാനെന്താ തലേ കുത്തി നിക്കണോ? അതല്ല. പിന്നെ വിജയ്, മോക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഒന്ന് കേൾക്ക്. മോള് പറ. നാളെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു അമ്മ. അവിടെ എന്താ പൊഴിഞ്ഞു വെച്ചേക്കുന്നേ?
വിജയ് മോള് പറയട്ടെ. അവിടെ ദാമ്പത്യ പൂജ നടത്തുന്നുണ്ടെന്ന്. ആർക്ക്? എനിക്കും ശാലിനിക്കും ഒക്കെ ഒന്നിച്ച് ചെയ്യാനാ അമ്മ. ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുമല്ലേ? അമ്മേ, അമ്മയും കുമ്മയൊന്നുമില്ല. പൂജയ്ക്കും തേങ്ങാക്കൊലിക്കും ഒന്നും നീ പോകുന്നുമില്ല. കടന്നു പോടി മുന്നിന്ന്. ദുർമുഖം കാണിച്ചോട്ട് വന്ന് നിൽക്കുന്നു. നീ എവിടെ നിക്ക്. മോള് നാളെ രാജീവിനെ കൂട്ടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു ദാമ്പത്യ പൂജയ്ക്ക്. കൃഷ്ണകുട്ടി ചേട്ടാ, ഇത് എന്റെ തീരുമാനമാ. ഞാനാ ഈ വീട്ടിലെ കാരണവര്. എന്നാലും കൃഷ്ണകുട്ടി ചേട്ടാ, ഞാൻ പറയുന്നത് കേട്ടാ മതി വിജയലക്ഷ്മി. മോള് പോയിക്കോ. കൃഷ്ണകുട്ടി ചേട്ടാ, എന്നാലും ഇത്. നീ ഒന്ന് അടങ്ങ വിജയേ. ഹലോ. ശാലിനി പറഞ്ഞു. അല്ല, ഇയാൾക്ക് എന്നോട് പിണക്കാണോ? എന്തിന്? അല്ല, തിരിച്ചു വന്നതിന് ശേഷം തമ്മിലൊന്നും കണ്ടില്ല. ഒരു ഫോൺ ബെല്ലിന്റെ ബന്ധം പോലും ഉണ്ടായില്ല. പ്രത്യേകിച്ച് അങ്ങനെ കാണേണ്ടതോ സംസാരിക്കേണ്ടതോ ആയ ആവശ്യം ഉണ്ടായില്ലല്ലോ. അല്ല, ഇയാളെന്തിനാ ഇപ്പൊ വിളിച്ചേ? ഞാൻ വാഷ്റൂമിലാ. ഓ, അതാണോ പ്രശ്നം? അതല്ല, ഇവിടുത്തെ വെള്ളം തീർന്നുപോയി. ഓക്കെ, ഞാൻ പൊന്നിയോട് പറയാം മോട്ടർ ഇടാൻ. ഇതങ്ങനെ മോട്ടർ ഇട്ടാ തീരുന്ന പ്രശ്നമല്ല. പിന്നെ അതെന്താന്നറിയോ, ഈ വാഷ്റൂമിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ. അതൊരു പ്രത്യേക പ്രശ്നമാണല്ലോ. ഇതെന്തോ ഒരു അതിന്റെ പൈപ്പിന്റെ പ്രശ്നമാണെന്ന് തോന്നേ. എന്നാ ഞാൻ പ്ലംബറെ വിളിക്കാം. പ്ലംബറിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ ഇത്. എന്നാലേ ഞാൻ ജോത്സ്യനെ വിളിക്കാം. ജോത്സ്യനെന്തിനാ? അല്ല, പിന്നെ ആർക്കാ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നെന്ന് പറ. എന്റെ കുട്ടി, ഞാനേ കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂമിൽ കയറിയതാ. സോപ്പ് ഞാൻ ഇങ്ങനെ തേച്ചോണ്ടിരിക്കായിരുന്നേ. അപ്പൊ പകുതി ആയിപ്പോഴാ ടാപ്പിൽ വെള്ളമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. എടോ, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലേ ഈ സോപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് കുളി പൂർത്തിയാക്കാലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം അല്ലെ? അതെ 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 അതെ. ഇതങ്ങ് നേരെ പറഞ്ഞ പോരെ. അപ്പൊ ശാലി എപ്പോഴേ കൊണ്ടുവരുന്നല്ലേ? എന്നാലേ കേട്ടോ. ഇല്ല. എന്ത് ഇല്ല? സത്യാമ്മയുടെ ലക്ഷ്മണരേഖ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഞാനും ലക്ഷ്മണ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? എടോ, ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കരുന്നല്ലേ അമ്മ പറഞ്ഞത്. അല്ലാതെ വെള്ളം കിട്ടാതെ വലയുന്ന ഭർത്താവിനെ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് അയ്യോ, എന്റെ കണ്ടില് സോപ്പ് പോയി, സോപ്പ് പോയി. 10-20 രൂപയുടെ സോപ്പല്ലേ, പോയാ നമുക്ക് വേറെ മേടിക്കാം. കണ്ണു നീറിയിരിക്കുമ്പോ ഒരു തമാശ പറഞ്ഞിട്ടല്ലോ. കണ്ടുപോയി. അയ്യോ, കണ്ടുപോയി, കണ്ടുപോയേ. ശരി, അവിടെ നിക്ക്, ഞാനിപ്പോ കൊണ്ടുവരാം വെള്ളം. കണ്ടു തീർന്നേ, കൊണ്ടുപോവാ. ദേ വരുന്നു, 1 മിനിറ്റ്. അമ്മേ, നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? അത് കാണിക്ക്. കാണിക്ക
ജീവിക്കാൻ. ഈ ജോലിയൊക്കെ നീയാണോ ഇവിടെ ചെയ്യുന്നേ? വീട്ടുജോലിയൊക്കെ ചെയ്താ ഡെലിവറി എളുപ്പമാന്ന് പറഞ്ഞു ഡോക്ടർ. ഇവിടെ വന്നപ്പോഴാണോ നിനക്ക് ആ തിരിച്ചറിവുണ്ടായത്? ആ വീട്ടിൽ നിന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. സത്യഭാമയുടെ വീട്ടിൽ ഒരു രാജകുമാരിയെ പോലെ കഴിഞ്ഞ നിന്നെ ഒരു അടിച്ചുതളിക്കാരിയുടെ രൂപത്തിൽ കാണുമ്പോ അമ്മയുടെ ചങ്ക് പൊട്ടി പോവുക. അതും ഈ സമയത്ത്. സാരമില്ല, നീ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ. നോക്ക്, വാഷിംഗ് മെഷീൻ, വാക്യൂം ക്ലീനർ, മൈക്രോവേവ് അവൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങി ഒരു വീട്ടിലെ ജോലി എളുപ്പാക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. അമ്മ വേണമെങ്കിൽ പോയിട്ട് കാറിലിരുന്നു. ഞാൻ ജോലിക്കാരെ കൊണ്ട് അതെടുത്തിട്ട് അകത്ത് ഏൽപ്പിച്ചോളാം. ഇവിടം വരെ വന്നിട്ട് എന്തിനാടാ കാറിലിരിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എന്താ ഇവിടെ? പറഞ്ഞത് മനസ്സിലാവാതിരിക്കാൻ കഴുതക്കൂട്ടമാണോ സത്യഭാമയുടെ കുടുംബം? വസുമതി, ഇങ്ങോട്ടൊരാളും വരാൻ പാടില്ലെന്ന് ഒരു ഉപാധി ഉണ്ടായിരുന്നു ഇവളെവിടെ പ്രവേശിപ്പിക്കാൻ. ഇവനതറിയാം. അത് ഞങ്ങൾ കുറച്ച് വീട്ടു സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായി. നിന്റെ അനിയത്തിയെ ഞങ്ങൾ ഇവിടെ വീട്ടുജോലി എടുപ്പിച്ച് പീഡിപ്പിക്കുകയാണെന്ന് അല്ലേ? അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇതിനില്ല. പ്രീതി ഇങ്ങോട്ട് അയച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടു സാധനങ്ങളും തന്നിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനായിട്ട് കുറച്ച്. ആ സന്തോഷം സത്യഭാമയുടെ ചെലവിൽ വേണ്ട. അത്രയ്ക്ക് ദാരിദ്ര്യവാസി അല്ല വസുമതി. കൊണ്ടുവന്നതെല്ലാം തിരിച്ചു കൊണ്ടുപോയിക്കോണം. പൂജയും വ്രതമൊക്കെ ആയിട്ട് അവൾ അവിടെ തന്നെ കൂടിക്കോട്ടെ. മകളെ വേണമെങ്കിൽ ഒരു സന്യാസിനിയാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കാം. ഓ, 6 മാസം കൂടി കഴിയുമ്പോ അവള് പ്രസവിക്കുമല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? വസുമതി, എന്റെ മകളെ ഞാൻ കൊണ്ടുപോയിരിക്കും വസുമതി. അത് അവള് തീരുമാനിക്കട്ടെ, വരണോ വേണ്ടയോന്ന്. പറയടി, നിനക്ക് പോണോ? എടി, നിനക്ക് പോണോന്ന്. വസുമതി, സത്യഭാമ മിണ്ടരുത്. ഇവള് പറയട്ടെ. എടി, നിന്നോടാ ചോദിച്ചേ പോണോന്ന്. എനിക്ക് എവിടെയും പോകണ്ട. എനിക്ക് എവിടെയും പോകണ്ട മോളെ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ലമ്മേ. അമ്മ പോ. എന്നെ എവിടേക്കും കൊണ്ടുപോണ്ട. ഞാൻ വരൂല. മോളെ, ഞാൻ പറയുന്നത്. അമ്മയോട് പോവാനാ പറഞ്ഞത്. ഇനി എന്ത് കാണാൻ നിൽക്കുക സത്യഭാമേ? വസുമതി, വേണ്ട, ഇപ്പൊ നമുക്ക് പോവാം.
പോവാം അമ്മേ. വാ. സത്യഭാമയെന്ന് പറയുന്ന കരിമ്പാറക്കെട്ട് ഒന്ന് ഇളകി അല്ലേ അമ്മേ? വസ്മതിയുടെ ആദ്യത്തെ അടിയല്ലേ ആയിട്ടുള്ളൂ. നീ കണ്ടോ? ആയിക്കോട്ടെ ശാരദാമ്മേ, പൂജയൊക്കെ ഭംഗിയാവട്ടെ. ശരി ശരി. മോളവാ. മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? പൂജയ്ക്ക് മോളും വിഷ്ണുമോനും മാത്രമല്ല. മനസ്സിലായമ്മേ, ശാരികച്ചി രാജീവ് സാറും അല്ലേ? അല്ലടി. പിന്നെ മോനെ, പ്രീതി അവര് വിട്ടില്ലല്ലേ? ഇല്ലച്ച. പ്രീതിക്ക് അർജുൻ ഈ വർഷം ദാമ്പത്യ പൂജ നടക്കും തോന്നുന്നില്ല. നമുക്കൊരു ശ്രമം നടത്തി നോക്കാം മോളെ. ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി മോള് മുൻകൈയെടുത്ത് അവരെ ആ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തന്നാ മതി. സത്യാമ്മയ്ക്ക് സന്തോഷവും. മോളെ, ഞാൻ പറയുന്നത് അമ്മയോട് പോവാനാ പറഞ്ഞത്. പ്രീതി, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. സാരമില്ല പ്രീതി, നമുക്ക് ദാമ്പത്യ പൂജ അടുത്ത വർഷം ചെയ്യാം. നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ. പൂജയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമില്ല അർജുനേട്ടാ. പക്ഷെ അമ്മയുടെ മനസ്സൊരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ? എത്ര ആശയോടെയാവും അമ്മ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട് പ്രീതി. പക്ഷേ എന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. രണ്ടാളും തമ്മിൽ ചേരില്ല. ശാലിനിയാണല്ലോ വിളിക്കുന്നത്. ശാലിനി അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നടന്നതൊക്കെ. ഹലോ ശാലിനി. അർജുനേട്ടാ, സംഭവങ്ങളൊക്കെ അറിഞ്ഞോ? ഞാനിവിടെ ഇല്ലായിരുന്നു ശാലിനി. കോടതിയിൽ നിന്ന് വന്നപ്പോഴാ പ്രീതി വിവരങ്ങളൊക്കെ പറഞ്ഞത്. ആ, ഞാൻ വിളിച്ചതേ നിങ്ങളെ രണ്ടാളെയും ദാമ്പത്യ പൂജയ്ക്ക് ക്ഷണിക്കാനാ. ശാലിനി, അത് അർജുനേട്ടൻ ആ ഫോണിങ് തന്നെ. ശാലിനി, വേണ്ട, എനിക്കൊരു പൂജയിലും പങ്കെടുക്കണ്ട. ഇനി നാണം കെടാൻ വയ്യ. അല്പം മനസ്സമാധാനം മാത്രം മതി. എന്താ പ്രീതി പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്ക്. പൂജ നടക്കുന്നത് സത്യാമ്മയുടെ വീട്ടിൽ വെച്ചല്ല, എന്റെ വീട്ടിലാ. ശാരദാമ്മയുടെ വീട്ടിലോ? പ്രീതി ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. ഇപ്പൊ സ്പീക്കറില ശാലിനി. അർജുനേട്ടാ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് ശാലിനി. എന്റെ വീട്ടില് ദാമ്പത്യ പൂജയ്ക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. എന്റെയും ശാരികയുടെയും പ്രീതിയുടെയും ദാമ്പത്യ പൂജയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രീതി അർജുനേട്ടനും കൂടി ഒന്ന് വന്നാ മാത്രം മതി. ശാലിനി, പക്ഷേ അമ്മ ഇതൊരു അരമണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ വക്കീലേ. അന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത ഒളിച്ചോട്ടത്തിന്റെ അത്രയും വലിയൊരു റിസ്ക് ഒന്നും ഇല്ലല്ലോ.
സത്യാമ്മയൊക്കെ വരുന്നുണ്ട് എന്റെ വീട്ടിലേക്ക്. പക്ഷെ പ്രീതിയെ പൂജയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം ഞാൻ സത്യാമ്മയോട് പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. കാറിന്റെ റേഡിയേറ്റർ ചൂടാവുന്നത് പോലെ ഇന്ന് മനസ്സൊന്ന് ചുട്ടുപൊള്ളിയതല്ലേ, അത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാന്നേ. അല്ല അപ്പൊ എങ്ങനെ അർജുനേട്ടാ ചാടാൻ പറ്റുമോ? നോക്കാം. നോക്കിയാ പോരാ, നടക്കണം. അമ്പലത്തിലേക്കോ മറ്റോ ആണെന്ന് പറഞ്ഞ് ചാടന്നേ. ശരി ശരി ശരി, അപ്പൊ ഞാൻ വെക്കുകയാണേ. നാളെ രാവിലെ കാണാം. ഓക്കെ. ഇപ്പൊ സന്തോഷമായോ? ഇവിടെ ദാമ്പത്യ പൂജ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാ അമ്മ ഒരു ദിവസം ഹോട്ടൽ അങ്ങ് അടച്ചിടാന്ന് തീരുമാനിച്ചത്. അല്ല ശാന്തിജി, എന്താ ഈ ദാമ്പത്യ പൂജ? നവദമ്പതികൾക്കായി അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടത്തിവരുന്ന ഒരു പൂജയാ മോളേത്. അർദ്ധനാരീശ്വരനാണല്ലോ ഏറ്റവും ശക്തിയുള്ള ദാമ്പത്യമൂർത്തി. പൂജ നടത്തുന്ന ദമ്പതികൾക്ക് മധ്യേ അർദ്ധനാരീശ്വരന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുന്ന സങ്കല്പം. പൂജ കഴിഞ്ഞ ദമ്പതികളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്താനഭാഗ്യവും ദീർഘമാംഗല്യവും എല്ലാം ഉറപ്പാന്ന വിശ്വാസം. എന്നാ എല്ലാവർക്കും നടത്തിക്കൂടെ ദാമ്പത്യ പൂജ? അതിന് പക്ഷേ വേറൊരു കുഴപ്പം കൂടിയുണ്ട് മോളെ. എന്താ ശാന്തേച്ചി? പറഞ്ഞോ ശാന്തേ, ശ്യാമ എന്തിനാ അറിയാതിരിക്കുന്നേ? അത് പൂജ ആർക്കു വേണ്ടി നടത്തിയാലും ദമ്പതികളെ പീഠത്തിൽ കൈപിടിച്ചിരുത്തുക മാതൃസ്ഥാനത്തുള്ള ഒരാളാ. ഉഗ്രശക്തിയുള്ള പൂജയാ. പൂജ മുടങ്ങുകയോ പൂർണ്ണമാകാതിരിക്കുകയോ ചെയ്ത മാതൃസ്ഥാനത്തുള്ള ആൾക്ക് അപകടം സംഭവിക്കുമെന്ന വിശ്വാസം. അങ്ങനെ പല അപമൃത്യുകളും സംഭവിച്ചിട്ടുണ്ട്. ശാന്തേച്ചി, അമ്മയാ നാളെ കുഞ്ഞേച്ചിക്കും വലിയേച്ചിക്കും മാതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അതങ്ങനെ തന്നെ വേണം മോളെ. മക്കളുടെ ജീവിതത്തിനും ദാമ്പത്യത്തിനും ഒക്കെയായി സ്വന്തം ജീവിതം പോലും അപകടപ്പെടുത്താൻ തയ്യാറാവുന്നത് ഒരമ്മയല്ലാതെ വേറെ ആരാ? എന്നാലും രാജേച്ചി, മോള് ധൈര്യമായിട്ടിരിക്കും. പൂജയ്ക്ക് മുടക്കമൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് അങ്ങേരുടെ വീൽചെയറല്ലേ? അയാളിതെവിടെ പോയി? അയാൾ ചത്തു. രാഘവൻ നായർ